ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഫയൽ അയച്ചു തരുന്ന സമയത്ത് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ മെമ്മറി ഫുൾ ആയിരിക്കും അല്ലെ. പക്ഷെ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ഗാലറിയിൽ പോയി നോക്കും. ഗാലറിയിൽ പോയി നോക്കിയിട്ട് നമുക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ ഫോണ് മെമ്മറി ഫുൾ ആണെന്നുള്ള കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതും അത് ഒഴിവാക്കിയിട്ട് ഏകദേശം ഒരു 10 GB വരെ നമുക്ക് 10 GB ഓരോരുത്തരുടെ ഫോണിനനുസരിച്ചിട്ടാണ്. എന്റെ ഫോണിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10 GB അടുത്ത് 7.something GB എടുത്ത് എനിക്ക് ലാഭിക്കാൻ പറ്റിയിട്ട്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം GB നിങ്ങളുടെ ഫോണിൽ ലാഭിക്കാനും അതുവഴി നിങ്ങൾക്ക് പല ഫയലുകളും അതുപോലെ തന്നെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഫോണിന്റെ മെമ്മറി എപ്പോഴും ഫുൾ ആവുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെറ്റിംഗ്സിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആപ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടില്ല ഇത്രയും ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ ഫോൺ ഏറ്റവും കൂടുതൽ നമ്മൾ ഫുൾ ആയി നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഫോണിന്റെ ഗാലറി ഓപ്പൺ ചെയ്യാന്നാണ് അല്ലെ. ഫോണിന്റെ ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഫയലുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇതിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാണ് പതിവ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒഴിവാക്കിയിട്ടും ഗാലറിയിലുള്ള ഒഴിവാക്കിയിട്ടും പിന്നെയും നമ്മുടെ ഫോൺ ഫുൾ ആണെന്നുള്ള മെമ്മറി ഫുൾ ആണെന്നുള്ള കാണിക്കുന്ന പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ഗാലറി നോക്കിയാൽ മാത്രം പോരാ, ഗാലറിന്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നമ്മളൊന്ന് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ താഴെയുണ്ട്. അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുമെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്ന് രണ്ട് സ്റ്റെപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം റീസെന്റ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട മുകളിൽ കണ്ടില്ലേ ക്ലീനപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന സജഷൻസ് കാണിക്കുന്നില്ല. ആ ക്ലീനപ്പ് സജഷൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇവിടെ കണ്ടില്ലേ സീറോ ക്യാൻ ബി കണ്ടില്ലേ, സീറോ ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ കണ്ടില്ലേ ഓരോരോ ഫയൽസിനനുസരിച്ച് ഇത്രത്തോളം GB നമുക്ക് ലാഭിക്കാൻ പറ്റും നമുക്ക് ഇവിടെ കാണിക്കുകയാണ്. ഇപ്പൊ ഇവിടെ എന്റെ ഫോണിൽ 7.9 GB കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ നോക്കി വെക്കുക, ഇത്രത്തോളം GB നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്, ഇത്രയും ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഏതൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാണ്. ഇവിടെ നമുക്ക് കണ്ടില്ലേ സ്ക്രീൻഷോട്ട്സ് കാണിക്കുന്നുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് എടുത്തിരിക്കുന്ന നമ്മൾ ഉപയോഗിക്കാത്ത സ്ക്രീൻഷോട്ട്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ. ഇത് കണ്ടില്ലേ 2024 ഇയറിലുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഏത് ഇയർ ആണ് അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു ചെക്ക് ബോക്സ് ഉണ്ട്. അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡിലീറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഡിലീറ്റ് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ വെച്ച് നമുക്ക് ഇത് മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് എത്രത്തോളം MB അല്ലെങ്കിൽ GB നമുക്ക് ഇതിൽ നിന്ന് മാത്രം ഈ സ്ക്രീൻഷോട്ട്സ് നിന്ന് മാത്രമായിട്ട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് വന്നാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫോണിൽ നമ്മള് ഫോട്ടോസ് ഒക്കെ എടുത്തു വെക്കുന്ന അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്തു വെക്കുന്ന നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ഫോണിന്റെ മെമ്മറി ഫുൾ ആവും. നമ്മൾ കാണാതെ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഡിലീറ്റ് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ടിക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷനിൽ ഇവിടെ കണ്ടില്ലേ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെ ഫോണിൽ കിടക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഡിലീറ്റ് ഓൾ കൊടുത്തിട്ട് നമുക്ക് ഒഴിവാക്കിയാൽ നല്ല ശതമാനം MB നമുക്ക് ഇതിനെ ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ താഴെ നമുക്ക് ഡിലീറ്റ് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ സ്ക്രീന് പാസ്വേഡ് ചോദിക്കേണ്ടത്, അതുകൊണ്ടാണത്. ഇനി നമുക്ക് കണ്ടില്ലേ കംപ്ലീറ്റ് ഫോട്ടോസ് പോയിട്ടുണ്ട്. ഇനി അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫോൾഡറിലും ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വന്നെടുക്കുന്നത്. ഇവിടെ നമുക്ക് റെക്കോർഡ്സ് ആണ്, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് കാര്യങ്ങൾ നമുക്ക് വീഡിയോസ് ഒക്കെ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓരോന്നും ചെക്ക് ബോക്സിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ നിങ്ങളൊന്ന് ഒഴിവാക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ ടിക്ക് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് വളരെയധികം നമുക്ക് GB ലാഭിക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് നമുക്ക് ഇത്രയും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 5 വീഡിയോസ് ആണ് അതേപോലെ അനാവശ്യമായിട്ട് വന്ന് കിടക്കുന്നത്. ജസ്റ്റ് അതിന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൊട്ട താഴെയായിട്ട് റീസെന്റ് ഡിലീറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ്, അതായത് നമ്മുടെ ഫോട്ടോകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ പോലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്പേസ് കണ്ടില്ലേ ഇവിടെയാണ് നമുക്ക് സാധാരണ നമ്മൾ ഫോട്ടോസ് ഇവിടെയൊക്കെ വന്നിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. പക്ഷെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ പോലും അത് താൽക്കാലികമായിട്ട് ട്രാഷ് അല്ലെങ്കിൽ
സാധാരണ നമുക്ക് ട്രാഷ് ഒക്കെയാണ് വരുന്നുണ്ടാവുക. ആ ട്രാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത് റീസെന്റ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞത്. ഇവിടെ ഏകദേശം ഒരു മാസത്തോളം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇവിടെ തന്നെ വന്ന് നിൽക്കും. അപ്പൊ നമ്മൾ എത്ര ഗാലറിയിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗാലറിയിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇവിടെയും കൂടി വന്നിട്ട് ഈ റീസെന്റ് ഡിലീറ്റഡിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് കൂടി ഡിലീറ്റ് ഓൾ കൊടുത്താൽ മാത്രമേ അത് മൊത്തമായിട്ട് ഡിലീറ്റ് ആവുള്ളൂ. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഫോണിൽ നല്ലൊരു സ്പേസ് ലാഭിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന ഫോട്ടോസുകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കാണിക്കും. ഇവിടെ നമുക്ക് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ പെർമനന്റ്ലി ഡിലീറ്റ് കൊടുത്താൽ മൊത്തമായിട്ട് പോകും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് റീസ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കുക, ഇതിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ മാത്രം നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം, അത് മാത്രം ഡിലീറ്റ് ആവണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക.